ഹായ്, അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ചേർത്ത് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് കാത്തൂസിൻ്റെ ചാനലിൽ നിന്ന്. അപ്പോൾ അരിപ്പൊടി വേണ്ടത് 3 കപ്പാണ്. അതിൽ 1 കപ്പ് ഇതേപോലെ 2 കപ്പ് ഞാൻ ആദ്യം പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ കപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ചേർത്തത് ഉപ്പാണ്. അല്പം ഉപ്പ് ചേർത്തു, ഒരല്പം പഞ്ചസാരയും ചേർത്തു. മധുരമുള്ള ഐറ്റം ആയതുകൊണ്ട് തന്നെ മാവിൽ അല്പം പഞ്ചസാര ചേർത്തതാണ്. അതിന് വേണ്ട വെള്ളം തിളപ്പിച്ചു. ഇനി ആ വെള്ളം എടുത്ത് പൊടിയിലേക്ക് ഒഴിക്കണം. ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. പത്തിരിക്കുള്ള പൊടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ വെള്ളം തിളപ്പിച്ച് അതിന് കുറച്ച് വീതം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കേണ്ടതില്ല. കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് പൊടിക്ക് അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഒഴിച്ച് കൊടുത്ത് വ്യക്തമായ അളവിൽ നനച്ചെടുക്കണം. അതായത് ഇത് കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് വീതം ഇങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാനെടുത്ത വെള്ളം ഏതാണ്ട് കറക്റ്റാണ്. അതങ്ങനെ കപ്പിലൊന്നും അളന്ന് വെച്ചതല്ലാത്തത് കൊണ്ട് എത്ര കപ്പ് വെള്ളം അല്ലെങ്കിൽ എത്ര മില്ലി വെള്ളം എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ ഒരു വിധം ഏകദേശം ഒരു അളവെടുത്ത് അങ്ങ് ചെയ്താൽ മതി. പിന്നെ അരിപ്പൊടി നല്ലപോലെ തിളയ്ക്കുന്ന വെള്ളമല്ലേ ഒഴിച്ചത്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ ചട്ടുകമോ ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് തണിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. അപ്പം നല്ല ചൂടാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതിൻ്റെ പാകം നോക്കി സെറ്റാണോ എന്ന് നോക്കുകയാണ്. അപ്പോൾ കൈ പൊള്ളുന്നുണ്ട്, കുഴപ്പമില്ല, ആ പാകം മതി. അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ മാത്രമുള്ള ഒരു പാകത്തിൽ വെള്ളം സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഇത് തണിയുന്നത് വരെ, അതായത് ചൂടാറുന്നത് വരെ നമുക്ക് തേങ്ങ പൊളിച്ച് കൊണ്ടുവന്ന്, അപ്പം നമുക്ക് വേണ്ട തേങ്ങ പൊളിച്ച് കൊണ്ടുവന്ന്, തേങ്ങ സൈഡിലേക്കായിപ്പോയി വെട്ടിയത്, ഒരു വലിയ പീസായിപ്പോയി. 3/4 ഭാഗത്തോളം ആ തേങ്ങയായിപ്പോയി. കുറച്ചേ ഉള്ളൂ മറ്റേ സൈഡിലേക്ക് വന്നുള്ളൂ. എനിക്ക് എപ്പോഴും അങ്ങനെ വരും. ഏതെങ്കിലും സമയത്തെ കൃത്യമായിട്ട് നടുകെ പിളർന്നു വരും. അപ്പോൾ നമ്മുടെ മാവ് ചൂട് തണിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിലും നമുക്ക് വീണ്ടും നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുക്കണം. കുറച്ച് സമയം കുഴയ്ക്കണം, ഇല്ലെങ്കിൽ മൊത്തം സെറ്റാവില്ല. അപ്പോൾ നല്ല പോലെ കുഴയ്ക്കുന്നതനുസരിച്ച് അത് നല്ല സോഫ്റ്റായിട്ട് വരും. കുറച്ച് ബലം പിടിച്ച് കുഴക്കേണ്ടി വരും, കാരണം അതിൽ വെള്ളം കുറവല്ലേ. അപ്പോൾ കൊഴുക്കട്ടയല്ലേ, അത് ഉരുട്ടി എടുക്കാനുള്ളത് കൊണ്ട് വെള്ളം കുറവാണ്. ആ വെള്ളം കുറവുള്ളത് കൊണ്ട് തന്നെ അത് ടൈറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ കുഴച്ച് സോഫ്റ്റാക്കി എടുത്താൽ ടൈറ്റൊക്കെ കുറഞ്ഞ് നല്ലൊരു ഇതിൽ ആയി കിട്ടും. ഏതാണ്ട് ആയിക്കഴിഞ്ഞു, പെട്ടെന്ന് കഴിയും. നമ്മൾ രാവിലെ പത്തിരി ചുടാനൊക്കെ കുഴയ്ക്കാറില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. പിന്നെ അത്ര ഒരുപാട് ടൈമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് കഴിയും. ഇത് വൈകുന്നേരത്തേക്കുള്ള ചായയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. രാവിലെ മധുരം കഴിക്കാൻ അത്ര താല്പര്യമില്ല വീട്ടിലുള്ളവർക്ക്. അപ്പോൾ എനിക്കാണെങ്കിൽ മധുരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം മധുരമുള്ളത് ഉണ്ടാക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും. ചില സമയത്ത് അടച്ചിടും. ഇല്ലെങ്കിൽ വേറെ അരി ഉണ്ടയോ അല്ലെങ്കിൽ അവിൽ കുഴച്ചെടുക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ അത് ഡെയിലി ഒന്നും ഇല്ല, ചില ദിവസങ്ങളിൽ. ഈ തട്ടിലാണ് നമ്മൾ ഓരോ ഉരുളകളാക്കി ഇടേണ്ടത്. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം അല്പം വെളിച്ചെണ്ണ ആയാൽ പിന്നെ അതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു പാത്രത്തിൽ.
ഇനി ഓരോ നുള്ള വീതം എടുത്ത് ഉരുളകളാക്കി അത് മതി, അത്രയും വലുപ്പത്തിൽ മതി. ഇനി ഓരോ ഉരുളകളാക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ മൊത്തത്തിൽ ഉരുളകളാക്കും തോറും തട്ടിലേക്ക് ഇടാനില്ല. കാരണം അത് വെള്ളം തിളച്ച് വരുന്നതേ ഉള്ളൂ. വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ അതിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുവരെ നമുക്ക് ഇങ്ങനെ ഈ പാത്രത്തിൽ തന്നെ ഉരുളകളാക്കി ഇടാം. കൈവെള്ളയിലിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേഗം കഴിയും. പിന്നെ ഒരു മിനിമം വലുപ്പത്തിലെടുത്താൽ മതി കേട്ടോ. ഇതിൽ കൂടുതൽ വലുതായി പോകാൻ പാടില്ല. ഒന്നുകൂടി ചെറുതായാൽ കുഴപ്പമൊന്നുമില്ല. എന്തോ അതല്പം വലുതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മാവ് അല്പം മാറ്റിക്കളയാം. ഓക്കെ, സെറ്റായി. വലുപ്പം റെഡിയാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കണം. പിന്നെ എല്ലാവരും സപ്പോർട്ടും തരണം. അപ്പോൾ ഒരു ഇലയടയുടെ രുചിയും സ്മെല്ലും കിട്ടാൻ വേണ്ടി ഞാൻ ഇല അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചോ ഇല വാടി തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച മാവ് അത് ആ ഉരുളകളെയൊക്കെ നമ്മൾ ആ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി അത് അവിടെ നിന്ന് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങയും ശർക്കരയും ഒക്കെ റെഡിയാക്കി എടുക്കണം. ഉരുളകൾ ഒന്നിച്ച് ഇടാൻ പാടില്ല. അപ്പോൾ ഒന്നായിട്ട് അത് ഒട്ടിപ്പിടിച്ചൊക്കെ എടുക്കും, മർദ്ദം വരും. അപ്പോൾ മുകളിൽ ആദ്യം ഇട്ട ഉരുളകളിൻ്റെ മേലയിലേക്ക് വീണ്ടും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരേ സ്പീഡിൽ കുറച്ച് കൂടുതൽ ചെയ്യുമ്പോൾ അത് അതിൽ ഒട്ടിപ്പിടിച്ച് കിടക്കും. അതിനാണ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഓരോന്നായിട്ട് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പോകും. തീർന്നു. ഇനി മൂടി വെക്കാം. ഒരു പീസ് ഇല കൂടി അതിൻ്റെ മുകളിൽ എടുത്ത് വെക്കണം. ഞാൻ അത് ഇല എടുത്തിട്ട് വരാം. ഇനി മൊത്തത്തിലൊരു ഇലയടയുടെ സ്മെല്ല് വരും ആ ഇല വാടി തുടങ്ങുമ്പോൾ. അപ്പോൾ കൊഴുക്കട്ടയിലേക്ക് പിന്നെ അടിയിലുള്ളതും മുകളിലുള്ളതും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലിങ്ങനെ വരും. അതിന് വേണ്ട തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ആ കാണുന്ന അരമുറി തേങ്ങ മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ ചിരുവ ഇങ്ങനെയുള്ളതാണ് കേട്ടോ, സ്റ്റൂള് മോഡൽ. മറ്റേ പിന്നെ റേക്കും മേലെ, അതായത് സ്ലാബ് മേലെ ഘടിപ്പിക്കുന്ന ചിരുവ വാങ്ങി. പക്ഷേ അത് ഘടിപ്പിക്കാനുള്ള ഒരു സൗകര്യം അതിനില്ല, ഒരു ഗ്യാപ്പ് ഇല്ലായിരുന്നു. ചിരുവ വെക്കാൻ വേണ്ട സ്ഥലം കാണുന്നില്ല. കാരണം അവിടെ മുഴുവനും കബോർഡ് അടിച്ച് കഴിഞ്ഞു, ഡോറൊക്കെ വെച്ച് കഴിഞ്ഞു. അതിനുള്ളിലൂടെ ചിരുവ വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ സ്റ്റൂള് പോലത്തെ ചിരുവ വാങ്ങി. അതിന് 1000 രൂപയാണ് വില. അപ്പോൾ തേങ്ങയായി, അരമുറി തേങ്ങയായി. ശർക്കര 3 പീസാണ്. ഇപ്പോൾ ഒരു 4 ഏലക്കായോ 4 ഉണ്ട് ഏലക്കായ്. അപ്പോൾ ഏലക്കായ തോല് കളഞ്ഞ് പൊടിച്ചിട്ടില്ല. കാരണം പൊടിക്കൊന്നും വേണ്ട, നമ്മളത് വേറെ ചൂടാക്കുമ്പോൾ ഏലക്കായുടെ രുചി വന്നോളും. പൊടിച്ച് ചേർക്കണമെന്ന് തോന്നുന്നവർക്ക് പൊടിച്ച് ചേർക്കാം. പിന്നെ ജീരകം ചേർക്കണമെന്ന് തോന്നുന്നവർക്ക് ജീരകം ചേർക്കാം. ജീരകം ഇവിടെ വലിയ താല്പര്യമില്ല, അപ്പോൾ മടുപ്പാണെന്ന് പറയും. അങ്ങനെ ജീരകം ചേർക്കാറില്ല.
നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് തീയൊക്കെ ഓഫാക്കി അതെടുത്ത് മാറ്റി വെക്കണം. സ്റ്റവ് ഓഫാക്കി വെച്ചിട്ട് അല്പനേരമായി. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നും ആവി മേലേക്ക് പൊങ്ങുന്നില്ല. ആവി പൊങ്ങാത്തത് കൊണ്ട് നമ്മളെ കൈയൊന്നും പൊള്ളാൻ സാധ്യതയില്ല. അതിനു വേണ്ടിയാണ് അങ്ങനെ തന്നെ വെച്ചത്. അപ്പോൾ ആവിയോടുകൂടി എടുക്കുമ്പോൾ കയ്യിലേക്ക് ആവി അടിക്കും, അപ്പോൾ പൊള്ളും. അതിനു വേണ്ടി അല്പനേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ശർക്കരയും തേങ്ങയും അല്പം നെയ്യ് ചേർത്ത് വഴറ്റണം. അത് ഒരു സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നല്ല പശുവിൻ നെയ്യ് തന്നെയാണ്. അതിലേക്ക് ഇനി ശർക്കര എടുത്ത് ഇടണം. അപ്പോൾ ശർക്കര നേരത്തെ കണ്ട പിസിനെ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. അധികം പൊടിയൊന്നുമില്ല, അത് അതിൽ നിന്ന് ഉരുകിക്കോളും. പിന്നെ ഇതുപോലെ ഉരുളി തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് സാധാരണ അലൂമിനിയത്തിൻ്റെ പാത്രമൊക്കെ മതി. പിന്നെ ഈ ഉള്ളി ഒക്കെ വാട്ടാനൊക്കെ എടുക്കുന്നത്, അത് ഈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന കടായി, അല്ലെങ്കിൽ അടി കനമുള്ള, അതായത് അടി നല്ല കട്ടിയുള്ള പാത്രങ്ങളുണ്ടാവും, സ്റ്റീൽ പാത്രങ്ങളൊക്കെ. അതിലൊക്കെ ഇതുപോലെ വാട്ടിയെടുക്കാം. ചീനച്ചട്ടി, കടായി, അലുമിനിയം വട്ട എന്ന് പറയൂ, വലിയ. അപ്പോൾ നമ്മൾ എടുക്കുന്ന തേങ്ങയ്ക്കും ശർക്കരയ്ക്കും അളവിനനുസരിച്ച ഒരു പാത്രം എടുത്ത് ഇതുപോലെ ചെയ്താൽ മതി. ഉരുളി തന്നെ വേണമെന്നില്ല. അത് തേങ്ങയാണ് കേട്ടോ. ആദ്യം കൈകൊണ്ട് വാരിയിടാമെന്ന് കരുതിയതാണ്, വേറൊന്നും ചേർത്തതല്ല. ഇപ്പോൾ പ്ലേറ്റിലുള്ള തേങ്ങ കൂടി അതിൽ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഏലക്കായും അതിലുണ്ട്. ഏലക്കായ ഇനിയിപ്പോൾ അതിൽ നിന്ന് തന്നെ വെന്ത് മൊത്തത്തിൽ രുചി അങ്ങാവും. ഒരു പായസത്തിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏലക്കായും ശർക്കരയൊക്കെ അല്ലേ വെന്ത് മണക്കുന്നത്. ശരിക്കും പായസത്തിൻ്റെ ലുക്കാണ്. അപ്പോൾ നമ്മൾ ഈ കൊഴുക്കട്ട കൂടി ഇതിൽ ആഡ് ചെയ്ത് ഈ ശർക്കരയും കൊഴുക്കട്ടയെല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു പിന്നെ എന്താ പറയുക, അടപ്പായസമൊക്കെ ഇല്ലേ, അത് കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. പിന്നെ വെള്ളമില്ലെന്നേ ഉള്ളൂ. പായസത്തിൻ്റെ അതേ കൂട്ട് തന്നെ നെയ്യും ശർക്കരയും തേങ്ങയും ഒക്കെ ആയിട്ട്. ശർക്കര നല്ലപോലെ ഉരുകി വെള്ളം പോലെ ആവുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അത് തീയൊക്കെ ഓഫാക്കി സെറ്റാക്കി വെക്കണം. കൊഴുക്കട്ട ആദ്യം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ വിട്ടുപോയി. വീഡിയോ പഠിക്കുന്ന തിരക്കിൽ അത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാൻ വിട്ടുപോയി. അതാണിപ്പോൾ അല്പം വൈകുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കണം. തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ കൊഴുക്കട്ട പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇലയുടെ ഒരു കളറ് ചില കൊഴുക്കട്ടയ്ക്ക് ഉണ്ട്, ഒരു മഞ്ഞ പോലെ. അത് ഇലയുടെ കളറാണ്. ഇനി എല്ലാം കൂടെ ഇളക്കി നല്ല പോലെ സെറ്റാക്കണം.
ഉരുളി നല്ല ചൂടല്ലേ, അപ്പോൾ ഒരു തുണിയെ എടുത്ത് പിടിച്ചു. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ സ്റ്റൗവ് ഒന്ന് നീങ്ങിപ്പോകും. അത് താഴോട്ടെങ്ങാനും വീണാൽ അപകടം സംഭവിക്കും. അപ്പോൾ പേടിച്ചിട്ട് ഒന്ന് പിടിച്ചു കൊടുത്തത്. അപ്പോൾ ഇവിടെ എല്ലാം റെഡിയായി കഴിഞ്ഞു. നേരത്തെ വെച്ച ഇലയോ അതിൻ്റെ മുകളിൽ വെച്ചോ, ഇനി അത് മൂടി വെച്ച്. അപ്പോൾ തീയൊക്കെ ഓഫാക്കി നമ്മൾ ഉണ്ടാക്കിയ പലഹാരം റെഡിയായി. അപ്പോൾ ഇന്ന് 4 മണിക്ക് എൻ്റെ ഏട്ടനും മോനും കൊടുക്കാൻ വേണ്ടി ഉള്ള ഭക്ഷണമൊക്കെ റെഡിയായി. ഞാനാണ് കേട്ടോ കൂടുതൽ കഴിക്കുക. എനിക്കാണ് മധുരം കൂടുതൽ ഇഷ്ടം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ടതിൽ ഒരുപാട് നന്ദി. പിന്നെ ചെറിയ ഫോണാണ്, അപ്പോൾ കളർഫുള്ളായിട്ട് ഇത് പിടിക്കാനൊന്നും സാധിക്കുന്നില്ല. എന്നാലും നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ലൈക്കും കമൻറ്റും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയും. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്തായാലും വരും. അപ്പോൾ താങ്ക് യു.